എന്നെപ്പോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഡെഡ് ലൈൻ വെക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ ട്യൂസ്ഡേ എനിക്കൊരു സബ്മിഷൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ട്രാവൽ പ്ലാൻ വെനസ്ഡേ പ്ലാൻ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ട്യൂസ്ഡേ നേരത്തെ വർക്ക് തീർക്കുമല്ലോ, ബിക്കോസ് എനിക്ക് പാക്ക് ചെയ്യണം, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട്. പക്ഷേ എനിക്കൊരു പണി കിട്ടിയത് എവിടെയാന്ന് വെച്ചാൽ മൺഡേ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, വയറുവേദനയും ഛർദിയൊക്കെ ആയിരുന്നു. ആൻഡ് ട്യൂസ്ഡേ എനിക്ക് പീരീഡ്സും ആയി. അപ്പം എന്ത് ചെയ്യും? ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം എങ്ങനെയൊക്കെയോ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു 7 o'clock ആകുമ്പോഴേക്കും അത് സബ്മിറ്റ് ചെയ്തു. ഞാൻ ഈ വർക്കിന്റെ പിന്നാലെ ആയതുകൊണ്ട് തന്നെ ദ ഹൗസ് വാസ് എ മെസ്. സോ എനിക്ക് ക്ലീൻ ചെയ്യണം, കാരണം ഇനി ട്രാവൽ തുടങ്ങിയാൽ എപ്പോഴാണ് വരാതെ എനിക്കും അറിയില്ല. എന്താണെങ്കിലും മിനിമം ഒരാഴ്ചയെങ്കിലും ഉണ്ടാവും. ഒന്നും പ്ലാൻഡ് ഒന്നുമല്ല. ആൻഡ് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്വീറ്റ്സ് തീറ്റയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ചോക്ലേറ്റ്സ് തിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ പണികൾ കുറേ ഉണ്ടായിരുന്നു, ലൈക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാവ് ടു ഡു ഇറ്റ് ഓൾ എലോൺ. വാക്യൂം ചെയ്ത് തുടച്ച് ആൻഡ് അടുക്കള ക്ലീനിങ് ആണ് എനിക്ക് ഏറ്റവും വലിയ പണി. പിന്നെ അലക്കാനുണ്ടായിരുന്നു, അലക്കാനുള്ളതും ഇട്ട് അങ്ങനെ കുറച്ച് റിലാക്സ് ആയി. പിന്നെ എനിക്ക് അഗർബത്തീൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. സോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ വെക്കും. ആൻഡ് ഇത് കണ്ടോ, ഇത് ഞാൻ റഫായിട്ട് ഉണ്ടാക്കിയ മാപ്പാണ്. ആൾക്കാർ അറിയിച്ച് ChatGPT ഒക്കെ യൂസ് ചെയ്താക്കാന്ന്, പക്ഷെ എനിക്ക് അത് സക്സസ്ഫുൾ ആവാറില്ല. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് പാക്ക് ചെയ്തില്ല എന്ന്. അങ്ങനെ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പാക്കിംഗ് തുടങ്ങി. ഞാൻ വിചാരിച്ചു നോർമൽ ട്രാവൽ ബാഗിൽ കൊണ്ടുപോവാ സാധനങ്ങളിന്ന്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ദിവസത്തേക്കാന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സോ ഐ ഷിഫ്റ്റഡ് ടു എ ട്രോളി ബാഗ്. ഇത് കണ്ടോ, എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. ആകെ എനിക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ ചെടി എന്ത് ചെയ്യും എന്നാണ്. 10-15 ദിവസമൊക്കെ വെള്ളം ഇല്ലാണ്ട് ഇത് ഇരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ബിൽസ് ഒക്കെ അടക്കാനുണ്ടായിരുന്നു. സോ അതൊക്കെ അടയ്ക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് വേസ്റ്റ് കളയാൻ വേണ്ടി പോയി. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണല്ലേ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല നാട്ടിലുള്ളപ്പം. ഇനി ഇത് മാത്രമല്ല, ഒക്കെ കഴിഞ്ഞ് സമാധാനത്തോടുകൂടെ പുറത്തിറങ്ങിയാലോ. അയ്യോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ, വാതിൽ ലോക്ക് ചെയ്തായിരുന്നോ, അത് വെച്ചായിരുന്നോ, ഇത് വെച്ചായിരുന്നോ, അങ്ങനെ വേറെ 100 കൂട്ടം സംശയങ്ങൾ ഉണ്ടാവും. ഇതിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ അച്ഛനിലും മാത്രം കണ്ടുവന്ന കുറച്ച് പ്രതിഭാസങ്ങളായിരുന്നു. ഇതിപ്പം ഞാൻ എന്നിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് എന്നെ റെഡിയാക്കി. ഹോപ്പ്ഫുള്ളി ഞാൻ എൻ്റെ ട്രാവലിനുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 9:30 നൈറ്റ് ആണ് എനിക്ക് മിലാനിന്ന് ബസ് ഉള്ളത്. ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 hours വെയിറ്റിംഗ് ടൈം ഉണ്ട്. ബൊളോനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്ക് മാറിക്കയറണം, വേറൊരു ബസ് എടുക്കണം. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ എനിക്ക് ഈ ട്രാവലിന് 0 പ്ലാനിങ് ആണ്. ആകെ ഞാൻ ഇവിടുന്ന് പോണ ബസ്സും പിന്നെ പോയിട്ടുള്ള ആദ്യത്തെ 1 day ഹോസ്റ്റലും മാത്രമേ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. സോ ഈ ടൈം അതിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാലോ. എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡ് ആണ്, സിൻസ് ഐ ഹാവ് നോ പ്ലാനിങ് അറ്റ് ഓൾ. എല്ലാം ഓൺ ദ സ്പോട്ട് ആയിരിക്കും.